ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റും ബീഫ് കറിയുടെ ഒറ്റ പാത്രത്തിൽ എളുപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2.5 കിലോ ബീഫാണ് എടുക്കുന്നത്. ചന്നം പിന്നെ നുറുക്കിയതാണ്. ഇതിനെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം. നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. കഴുകിയെടുത്ത് കുക്കറിലാക്കിയിട്ടുണ്ട്. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗാർലിക്കും ജിഞ്ചറും കൂടെ അരച്ചത് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന അത്രയും സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് തട്ടാൻ പോവുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടിയോടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടപ്പിൽ വെക്കാൻ പോവുകയാണ്. വെള്ളമൊന്നും ചേർക്കുന്നില്ല, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇനി നമ്മൾ പാൻ അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമ്മൾ സവാള ഒരു 3 എണ്ണം കട്ട് ചെയ്തെടുത്ത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ശകലം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴണ്ട് കിട്ടും. നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതെല്ലാം ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തോടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇപ്പോൾ ഒരു 3 വിസിലടിച്ചിട്ടാണ് നമ്മൾ നിർത്തിയിടാൻ പോവാണ്. അന്നേരം പാകത്തിനുള്ള വേവായി കിട്ടും. അപ്പോഴത്തേന് ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ 1 പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ കായപ്പൊടിയൊന്നും ചേർക്കത്തില്ല. കായപ്പൊടിയൊക്കെ ഇച്ചിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫിന്. പിന്നെ കുറച്ച് ഇറച്ചി മസാലയുടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതിനുശേഷം നമ്മുടെ നാടൻ ഗരം മസാലയാണ്, അതുകൂടെ 1 ടീസ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ബീഫ് വേവിച്ചപ്പോൾ ഇട്ടുകൊണ്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, എരിവിന് പാകമായിട്ടുള്ളത്. അന്നേരം ഇനി മല്ലിപ്പൊടിയോടെ ചേർക്കുവാണ്. മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടെ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ഈ ബീഫിൽ 1 തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇതിനെല്ലാം നമുക്കൊന്ന് പറ്റിച്ചെടുക്കുക. ഈ വെള്ളം കുറച്ച് പറ്റി കഴിയുന്ന സമയത്ത് നമ്മളൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ബീഫ് എടുത്ത് ആ ചാറോട് കൂടി മാറ്റുന്നുണ്ട്, പൊറോട്ട കഴിക്കാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ബീഫും ബീഫ് റോസ്റ്റോട് ഒറ്റ പാത്രത്തിൽ വെക്കുന്നതെന്ന് പറഞ്ഞത്. എന്നാലും ഇപ്പം ബീഫ് കറി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോഴത്തേന് നമ്മുടെ ബീഫ് റോസ്റ്റും റെഡിയാവും. പൊറോട്ടയും ബീഫും എങ്ങനെ ഉണ്ടാ? അടിപൊളിയാണോ? അടിപൊളിയാണോ ചോല? ആ, എരി ഉപ്പൊക്കെ ഉണ്ടോ? സ്പൈസി ആണോ? ലിറ്റിൽ സ്പൈസി ആണോ? ആ, അതുകൊണ്ട് വേണ്ടായോ? വേണോ?